ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 23 ശ്ലോകഃ. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയന്തി മാരുതഃ. ഏറെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത്. ശ്രീകൃഷ്ണൻ ആത്മാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഈ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല. ആത്മാവിനെ തീ കൊണ്ട് ദഹിപ്പിക്കുവാനും സാധിക്കുന്നതല്ല. വെള്ളത്തിനാണെങ്കിൽ ഇതിനെ നനയ്ക്കുവാനും സാധിക്കില്ല, കാറ്റിനാണെങ്കിൽ ഉണക്കുവാനും സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒന്നാണ് നമുക്കുള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യം എന്നുള്ളതാണ് വിവക്ഷ. നാമത്തിലേക്ക് പോകാം. നാമം 467. സൂക്ഷ്മരൂപിണി. സൂക്ഷ്മമായ രൂപമായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ സൂക്ഷ്മരൂപിണി എന്ന് വിശേഷിപ്പിക്കാം. സൂക്ഷ്മം എന്ന വാക്ക് വളരെ പരിചിതമാണ് അല്ലേ? ആ പരിചിതമായ അർത്ഥത്തിനോടൊപ്പം നിഗൂഢമായത്, രുചികരമായത്, തീക്ഷ്ണബുദ്ധിയുള്ളത്, കൃത്യമായിട്ടുള്ളത്, വ്യഗ്രതയുള്ളത്, പരമാണു, ദുർഗ്രഹമായത്, അസ്പഷ്ടമായത് എന്നീ അർത്ഥങ്ങൾ കൂടെ ചേർക്കണം. ഏതൊരു ശക്തിക്കാണോ സൂക്ഷ്മമായിട്ടുള്ള രൂപമുള്ളത് ആ ശക്തിയെയാണ് സൂക്ഷ്മരൂപിണി എന്ന് വിശേഷിപ്പിക്കേണ്ടത്. കഴിഞ്ഞ നാമത്തിൻ്റെ തുടർച്ചയായിട്ട്, അതായത് ക്ഷോഭിണിക്ക് തുടർച്ചയായിട്ട് നോക്കുമ്പോൾ മഹാവിസ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇല്ലേ? അങ്ങനെയുള്ള മഹത്തായ വിസ്ഫോടനത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പരമാണുവാണ് സൂക്ഷ്മരൂപിണി. അല്ലെങ്കിൽ ആ പരമാണുവിനെ ദേവീ സ്വരൂപമായിട്ട് കണക്കാക്കുകയാണ് നമ്മുടെ ഒരു സംസ്കൃതി. അതായത് മായയുടെ വിക്ഷേപശക്തിയിൽ നിന്ന് ശബ്ദതന്മാത്രയായ ആകാശവും ആകാശത്തിൽ നിന്ന് സ്പർശതന്മാത്രയായ വായുവും ഉടലെടുക്കുന്നു. ഈ വായുവിൽ നിന്ന് രൂപതന്മാത്രയായ അഗ്നി ഉടലെടുക്കുകയാണ്. അഗ്നിയിൽ നിന്നോ രസതന്മാത്രയായിട്ടുള്ള ജലം ഉടലെടുക്കുന്നു. ജലത്തിൽ നിന്ന് ഗന്ധതന്മാത്രയായിട്ടുള്ള ഭൂമിയും ഉണ്ടായിരിക്കുന്നു. ഇത് ശാസ്ത്രമാണ് കേട്ടോ. ഈ സൂക്ഷ്മഭൂതങ്ങൾക്ക് കാരണമായിട്ടിരിക്കുന്ന വിക്ഷേപശക്തിയിൽ സത്വാദി ത്രിഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് മൂലമാണ് അവയിൽ ഓരോരോ ഗുണങ്ങൾ അധികമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഗുണങ്ങൾ അധികമായിട്ടുള്ളവയ്ക്ക് ആ ഗുണങ്ങൾ ആധാരഗുണമായിട്ട് വന്നിട്ടുണ്ട്. പൈങ്കലോപനിഷത്ത് പ്രകാരം ഹിരണ്യഗർഭസ്ഥിതയാണ് വിക്ഷേപശക്തി. അതിൽ നിന്ന് തമോ ഗുണയുക്തമായ അഹങ്കാരമാണ് ഉണ്ടാകുന്നത്. അഹങ്കാരത്തിൽ പ്രതിഫലിച്ചുകൊണ്ട് വിരാട് ചൈതന്യം ഉണ്ടാകുന്നു. അതിൻ്റെ രക്ഷകനായിട്ട് സത്വഗുണയുക്തനായ വിഷ്ണു നിറഞ്ഞു നിൽക്കുന്നു. വിഷ്ണു എന്നാൽ സർവവ്യാപി, പാലനം. അങ്ങനെയുള്ള വിഷ്ണു രജോമയനായപ്പോഴാണ് സൃഷ്ടി തുടങ്ങിയത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യം വേണം. ആദ്യം ആകാശമുണ്ടായി, ശേഷം പഞ്ചഭൂതങ്ങൾ ഓരോന്നായിട്ട് വന്നു. ഭൂമി ഉണ്ടായി കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ ഗുണങ്ങളൊക്കെ മാറിയിട്ട് തമോ ഗുണയുക്തനായി. അതാണ് ശിവനെ അല്ലെങ്കിൽ ഹരനെ നമ്മൾ ഗണിക്കുന്നത്. സൂക്ഷ്മ തന്മാത്രകൾ ഓരോന്നിനെയും സ്ഥൂലമാക്കുവാൻ ആഗ്രഹിച്ചു ആ തമോ ഗുണശക്തി. സൂക്ഷ്മതയ്ക്ക് കൃത്യതയെന്നും അർത്ഥം പറഞ്ഞിരുന്നു അല്ലേ? അന്നേരം കൃത്യമായിട്ട് ഈ പ്രപഞ്ചത്തെ ചമച്ചിരിക്കുന്ന ശക്തി അതെന്തോ ആയിക്കോട്ടെ, ആ ചൈതന്യത്തെ സൂക്ഷ്മരൂപിണി എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് സൂക്ഷ്മരൂപിണി അല്ലെങ്കിൽ എന്താണ് സൂക്ഷ്മരൂപിണി എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായിട്ടും ഭൗതികമായിട്ടുമുള്ളൊരു വ്യാഖ്യാനമാണ് പറഞ്ഞത് കേട്ടോ. ഇവയെല്ലാം സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്നീ ഭാവങ്ങളിൽ മുന്നേയുള്ള പല നാമങ്ങളിലും പലപ്പോഴായിട്ട് വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഉത്പത്തിയിലേക്ക് വരുന്നത്.
രൂപഭാവങ്ങളിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ ഭാവങ്ങളിലാണ് കൽപ്പന. അതായത് ബാഹ്യമായി കാണുന്ന ശരീരം സ്ഥൂലം, അസ്ഥികളും ആന്തരിക അവയവങ്ങളും അതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവ അന്നമയമാണ്. ഇനി സൂക്ഷ്മത്തിലേക്ക് വരണം. പ്രാണമയവും മനോമയവും വിജ്ഞാനമയവുമായിട്ടുള്ള കോശങ്ങൾ ചേർന്നിട്ട് 19 ഘടകങ്ങളുണ്ട്. അവ ചേരുന്ന ശരീരത്തിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ഥൂലം, സൂക്ഷ്മം എല്ലാമായി അല്ലേ? ഇവയെല്ലാം ഒന്നുപോലെ ലയിക്കുന്നത് എവിടെയാണോ ആ ശരീരമാണ് കാരണം. മനുഷ്യനിലേക്ക് മാത്രമായിട്ട് നോക്കുമ്പോൾ അത് സുഷുപ്ത്യാവസ്ഥയാണ്, അതായത് നല്ലൊരു ഉറക്കം. ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിലാണ് അടിസ്ഥാനമായിട്ടുള്ളത്. സൂക്ഷ്മ ശരീരത്തെ ശാബ്ദിക ശരീരം എന്നും പറയാറുണ്ട് കേട്ടോ. സൂക്ഷ്മ ശരീരത്തിൻ്റെ മറ്റു 4 ഘടകങ്ങളാണ് നമ്മുടെ അന്ധഃകരണം, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ. അന്നേരം അതിനെല്ലാം നിദാനമായിട്ടുള്ള ആ സൂക്ഷ്മതയെ തന്നെയാണ് നാം ദേവിയായിട്ട് ഗണിക്കുന്നത്. മറ്റൊന്നുകൂടെ പറയുമ്പോൾ വേദകർമ്മങ്ങളിൽ 2 തരത്തിലുള്ള ഹോമങ്ങളെ പ്രസ്താവിക്കുന്നുണ്ട്. സ്ഥൂലഹോമവും സൂക്ഷ്മഹോമവും. പ്രതീകാത്മകമായിട്ടുള്ള ദ്രവ്യങ്ങൾ ബാഹ്യമായിട്ടുള്ള അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിനെയാണ് സ്ഥൂലഹോമം എന്ന് പറയുന്നത്. സ്ഥാപിത താത്പര്യങ്ങൾക്കും പൊതു താത്പര്യങ്ങൾക്കുമായിട്ടുള്ള യജ്ഞങ്ങളെല്ലാം സ്ഥൂലഹോമം അല്ലെങ്കിൽ സ്ഥൂലയജ്ഞം എന്ന് പറയാം. എന്നാൽ സൂക്ഷ്മഹോമത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്ന എവിടെയാണെന്നറിയോ? സാധകൻ്റെ ഹൃദയത്തിലാണ്. അവിടെ എന്താണ് ഹോമിക്കപ്പെടുന്നത്? അവിടെ നമ്മുടെ ലൗകികമായിട്ടുള്ള വികാരങ്ങളെയാണ് ഹോമിക്കുന്നത്. ആരാധനകളിൽ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവും ഈ ആന്തരിക ഹോമം തന്നെയാണ് എന്നാണ് അഭിജ്ഞമതം. ഈ ആന്തരിക ഹോമത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഹൃദയത്തിൽ അഗ്നി സൂക്ഷിച്ചിട്ടുള്ള ചില ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. ഇനി ഭൗതിക തലത്തിൽ കാണാൻ കഴിയാത്ത രൂപമുള്ളവളെന്നും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളെന്നും മായയാൽ മറഞ്ഞിരിക്കുന്നവളെന്നൊക്കെ വിഭാവനം ചെയ്യാവുന്നതാണ് ഈ സൂക്ഷ്മരൂപിണി. അപ്പോൾ നാം ബ്രഹ്മമെന്ന് വിളിക്കുന്ന അനാദിയായ ചൈതന്യം തന്നെയായിട്ട് മാറി. പാശുപത ബ്രഹ്മോപനിഷത്ത് പറയുന്നത് നോക്കൂ. അചക്ഷുഃ ശ്രോതമത്യർത്ഥം തതപാണി പദം തഥാ നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം ച തദവ്യയം. മിഴികളോ ശ്രോത്രങ്ങളോ പാണിയോ പദമോ ഇല്ലാത്ത ബ്രഹ്മം തന്നെയാണ് നിത്യനായിട്ടുള്ളതും ശക്തിമത്തായിട്ടുള്ളതും സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടുള്ളതും അവ്യയമായിട്ടുള്ളതും. അപ്പോൾ അതും സൂക്ഷ്മരൂപിണിയാണ്, അതായത് നമ്മുടെ ബ്രഹ്മം തന്നെ. ഇനിയും ദീർഘിപ്പിക്കേണ്ട, നാമത്തിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ്. നാം ആന്തരിക ഹോമത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള ആന്തരിക ഹോമം ജ്വലിച്ചു തന്നെ ഇരിക്കണം. ഹൃദയത്തിലാവട്ടെ നമ്മുടെ അഗ്നി ജ്വലിക്കുന്നതും സമർപ്പണം നമ്മുടെ ലൗകിക വികാരങ്ങളുമായിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള ചിന്തയിലൂടെ വേണം നാമപര്യവസാനം. നമസ്കാര ശബ്ദം. ഓം സൂക്ഷ്മരൂപിണ്യേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.